അത്യാധുനിക സംഗീതോപകരണങ്ങൾ ആദ്യമായി വേദിയിൽ അവതരിപ്പിച്ചതിന്റെ ക്രെഡിറ്റ് ബഷീറിനുള്ളതാണ്. വിദേശ രാജ്യത്ത് നിന്ന് പുതുപുത്തൻ സംഗീതോപകരണങ്ങൾ ഇറക്കുമതി ചെയ്ത് പാട്ടിനെ മോടികൂട്ടിയ ഒരാളാണ് ഇദ്ദേഹം. അമ്പലപ്പറമ്പുകളിലേക്ക് ബഷീറിന്റെ ഗാനമേള കേൾക്കാൻ ഇരമ്പിക്കേറിയ ആൾക്കൂട്ടത്തിന്റെ കണ്ണിനും കാതിനും വിസ്മയ വിരുന്നായിരുന്നു ഈ ഓർക്കസ്ട്ര. ഗാനമേള തുടങ്ങും മുൻപേ വാഹനത്തിൽ വന്നിറങ്ങുന്ന പാട്ടുപകരണങ്ങൾ കാണാൻ പലയിടത്തും വൻ ജനാവലി തന്നെ അക്കാലത്തുണ്ടായിരുന്നു. സിംഗപ്പൂരിൽ പോയി ഇലക്ട്രോണിക് ഓർഗൻ, അതായത് യമഹയുടെ ഇലക്ട്രോണിക് ഓർഗൻ, കോർഗിൻ്റെ സിന്തസൈസർ, മിനി കോർഗ് അന്ന് വേൾഡിൽ ആദ്യമായിട്ട് ഇറങ്ങുന്നതാണ്. ഈ മിനി കോർഗ് ഈ ഓർഗനൊക്കെ വാങ്ങാനായിട്ട് ഞാൻ യമഹയുടെ ഷോറൂമിൽ ചെല്ലുമ്പോൾ അവിടെ ഒരു ഫോട്ടോ വെച്ചിരിക്കുന്നു, RK ശേഖറിൻ്റെ ഫോട്ടോ. അപ്പോൾ ഈ മിനി കോർഗ് എന്ന് പറഞ്ഞാൽ ആദ്യമായിട്ട് കോർഗ് കമ്പനിക്കാർ ആദ്യമായിട്ട് ഇറക്കുന്ന സിന്തസൈസറാണ്. അന്ന് കീബോർഡ് ഇറക്കിയിട്ടില്ല, സിന്തസൈസറാണ് ആദ്യമായിട്ട് ഇറക്കുന്നത്. അപ്പോൾ ഇദ്ദേഹം ഏഷ്യയിൽ ആദ്യമായിട്ട് വാങ്ങിച്ചു എന്നുള്ള ആ ഒരു ഇതിൽ അയാൾ ഫോട്ടോ എടുത്തിട്ട് അവിടെ വെച്ചിരിക്കുകയായിരുന്നു. പിന്നെ നമ്മൾ ഈ ഇൻസ്ട്രുമെൻറ്റ്സ്, ഈ പറഞ്ഞ ഇൻസ്ട്രുമെൻറ്റ്സുകളൊക്കെ ഇവിടെ കൊണ്ടുവന്ന് യമഹയുടെ മിക്സർ, പിന്നെ എക്കോ, പിന്നെ ഈ CR78 എന്നും പറഞ്ഞൊരു ആദ്യമായിട്ട് റോളണ്ട് കമ്പനി ഒരു കമ്പോസർ ഇറങ്ങി. പിന്നെ ജൂപ്പിറ്റർ 4 എന്നും പറഞ്ഞൊരു, അത് മീഡിയ കൊടുത്ത് വായിക്കത്തക്കുള്ള ഒരു ഇതാണ്, ആദ്യമായിട്ട് ഇറങ്ങുകയാണ് ലോകത്ത്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഇൻസ്ട്രുമെൻറ്റ്സുകളെല്ലാം ഞങ്ങൾ സ്റ്റേജിൽ അവതരിപ്പിച്ചു. ആദ്യമായിട്ട് ഈ കമ്പോസർ വരെയൊക്കെ ഞങ്ങളൊക്കെ ആദ്യമായിട്ട് ചെയ്യുന്നത്. അങ്ങനെ കേരളത്തിൽ ഉടനീളം ഈ പ്രോഗ്രാംസ് വ്യത്യസ്തമായ രീതിയിൽ ഇറക്കാനുള്ള ഒരു ഭാഗ്യം നമുക്കുണ്ടായിട്ടുണ്ട്. ബഷീറിനെ കേൾക്കാനും പരിചിതമല്ലാത്ത വാദ്യോപകരണങ്ങളുടെ നാദവിസ്മയത്തിനും മോഹിച്ചും ജനക്കൂട്ടം വളർന്നപ്പോൾ അപകടങ്ങളും ഒപ്പം കൂടി. ഇന്നും ഈ മനസ്സിലുണ്ട് മായാതെ ചില ദുരന്ത സ്മരണകൾ, കാലത്തിനുണക്കാനാവാത്ത മുറിപ്പാടുകൾ. മണ്ണഞ്ചേരിയിലെ ഒരു നബിദിന പ്രോഗ്രാമാണെന്ന് തോന്നുന്നു. ആ പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ ചെറിയൊരു മണൽക്കാട് പോലുള്ളൊരു സംഭവമാണ്. അത്രയും ആളുകൾ തിങ്ങിക്കിടക്കുക, രണ്ട് സൈഡിലും, ഈ സൈഡിൽ ലേഡീസ് ജെൻറ്റ്സ്, ഇങ്ങനെ രണ്ട് സൈഡിൽ ഇങ്ങനെ കിടക്കുക. പ്രോഗ്രാം ഇങ്ങനെ നടന്നുകൊണ്ടിരുന്ന അവസരത്തിൽ തന്നെ ഒരാൾ വന്ന് നിർത്തലാമെന്നും പറഞ്ഞ് വടിവാളുമായിട്ടൊക്കെ കയറി വന്നു. അങ്ങനെ അവിടെ ഇച്ചിരി അലങ്കോലമായി. പ്രോഗ്രാമൊക്കെ ഈ ജനങ്ങളെല്ലാം കൂടെ അങ്ങോട്ട് ഇടിച്ച് കയറി. അവിടെ ഒന്ന് രണ്ട് ഈ തിരക്കിൽപ്പെട്ട് 2-3 കുട്ടികളൊക്കെ മരിക്കുകയും അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഗുരുവായൂർ ഒരു പ്രോഗ്രാം സ്ഥലത്ത് ചെന്നപ്പോൾ അവിടെ ഈ 20 വയസ്സിന് താഴെയുള്ള പിള്ളേരാണ് അവർ. അപ്പം അന്ന് ടിക്കറ്റ് വെച്ച് പ്രോഗ്രാം നടത്തുകയാണ്. അപ്പം ഞങ്ങൾ ഗുരുവായൂർ ഒരു ഹോട്ടലിൽ അവിടെ തങ്ങുമായിരുന്നു. അപ്പം ചെയിൻ പ്രോഗ്രാം ആയിരുന്നു. ഇങ്ങനെ ആ ഭാഗങ്ങളായിരുന്നു കൂടുതൽ പ്രോഗ്രാം ആ സമയത്ത്. അങ്ങനെ ഞങ്ങൾ പ്രോഗ്രാം സ്പോട്ടിൽ ചെന്നപ്പോൾ എന്തുവാ, അവിടെ ഒരു ഭയങ്കര സ്റ്റേജ് കെട്ടിയിരിക്കുന്നു. ഒരു നാട്ടിൻ പ്രദേശമാണ്. സ്റ്റേജ് കെട്ടിയിട്ട് അവിടെ ആളുകളെ ചെറിയ ഈ ബാറ്ററി വെച്ചുള്ള ചെറിയ ഒരു മൈക്ക് അനൗൺസ്മെൻറ്റുമായിട്ട് ഇങ്ങനെ ഒക്കെയാണ്. പക്ഷേ ആ നാട്ടിൽ ഇതുവരെ കറണ്ട് വന്നില്ല. രാവിലെ അങ്ങോട്ട് പോയ കറണ്ടാണ്, വന്നില്ല. ഇവർ നിറയെ ആളിനെ അവിടെ കയറ്റി. ഏകദേശം 10,000 പേര് ഇരിക്കത്തക്ക ഒരു വലിയൊരു ഗ്രൗണ്ടായിരുന്നു. ഇത്രയും പൊക്കം, നല്ല പൊക്കത്തിലായിരുന്നു സ്റ്റേജ് കെട്ടിയിരുന്നത്. അപ്പം ഞങ്ങളുടെ ഇൻസ്ട്രുമെൻറ്റ്സുകളൊക്കെ അന്ന് വെയിറ്റുള്ള ഇൻസ്ട്രുമെൻറ്റ്സുകളായിരുന്നു അന്നത്തെ. ഇതെല്ലാം ഒരു സൈഡിൽ അങ്ങോട്ട് കയറ്റി വെച്ചായിരുന്നു. കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഇതെല്ലാം കൂടെ ഇടിഞ്ഞ് തറയിൽ വീണ്. അത് മാത്രമല്ല, ശകലം കഴിഞ്ഞപ്പോൾ ഒരു ചാറ്റ മഴ. ഇവർ കറണ്ടിൻ്റെ കാര്യം ചോദിക്കുമ്പോൾ എല്ലാം ഇപ്പോൾ വരുമെന്ന് പറഞ്ഞു. ഇവർ ബാഡ്ജ് കുത്തി ഇവർ ആളുകളെയും കയറ്റിയിരുത്തി. ഏകദേശം ഫുള്ളായി. ഒരു ചാറ്റ വന്നപ്പോൾ അവിടെ ഇരുന്ന പിള്ളേരെല്ലാം കൂടെ ഇതിൽ ചാടിക്കയറി ഇതെല്ലാം കൂടെ തറയിൽ വന്ന് വീണു. സ്റ്റേജ് വരെ നല്ല രീതിയിൽ കെട്ടിയില്ലായിരുന്നു അന്ന്. കുട്ടികളായിരുന്നു, അവർക്ക് അതിനെപ്പറ്റി അത്രയും വിവരം ഉള്ളായിരുന്നു. ആദ്യമായിട്ട് അവർ ക്ലബ്ബ് രൂപീകരിച്ച് അതിനൊരു ഫണ്ടിന് വേണ്ടി അവർ ചെയ്തതായിരുന്നു. അവസാനം ഈ ജനങ്ങളെല്ലാം വലിയ ദേഷ്യങ്ങളൊക്കെ വന്ന് പിന്നെ അവരിരുന്ന കസേരകളൊക്കെ ഓരോരുത്തരിങ്ങനെ ഒക്കെ പറക്കി കൊണ്ടുപോയി. അങ്ങനെയുള്ളൊരു പല പ്രശ്നങ്ങളൊക്കെ ആയി.
പിന്നെ അടുത്ത ദിവസം ഞങ്ങളത് ഫ്രീ ആയിട്ട് നടത്തി കൊടുക്കേണ്ടി. ഗാനമേളകളിലെ ശ്രദ്ധേയ ശബ്ദത്തെ സിനിമയുടെ ലോകവും ക്ഷണിക്കാതിരുന്നില്ല. ഒരുപാട് പാടാനായില്ലെങ്കിലും പാടിയ പാട്ടുകളിൽ തന്റെ പ്രതിഭയെ അടയാളപ്പെടുത്തി വച്ചു ഈ കലാകാരൻ. ഈ കാലവും മോഹിക്കും ആ പാട്ടുകൾ ഒരുപാട് ആവർത്തി കേൾക്കാൻ. കൊല്ലത്ത് അൻവർ സുബൈർ എന്നും പറഞ്ഞൊരു അപ്പം അവർ ആദ്യമായിട്ടൊരു പടം എടുക്കാൻ ഒന്ന് അറിഞ്ഞ് ഞാൻ അവരെ സമീപിച്ചപ്പോൾ രഘുവംശം എന്നുള്ള സിനിമ ആദ്യമായിട്ട് എടുത്തവർ. അപ്പോൾ അങ്ങനെ അവരെനിക്ക് അതിലൊരു ചാൻസ് തന്നായിരുന്നു. പക്ഷെ അന്ന് ഇവിടെ റെക്കോർഡിംഗ് സ്റ്റുഡിയോ ഒന്നും ഇവിടെ ഇല്ല, എല്ലാം മദ്രാസിലാണ്. അന്ന് AVMC ആണെന്നോ ഏതോ സ്റ്റുഡിയോയിലായിരുന്നു. അവിടെ പോയി ഞാൻ ക്രിസ്ത്യാനിയായിട്ടാണ് പാടിയത്. എറ്റ്യൂമറായിരുന്നു മ്യൂസിക്. വീണ വായിക്കുമീ വിരൽ തുമ്പിൻ്റെ വിരുതുകളെന്തെന്നറിഞ്ഞുവല്ലോ, വീണ പൂ പോലും എഴുന്നു നിന്ന് വീണ്ടും ഒരിക്കൽ ചിരിക്കുമല്ലോ, കിലു കിലു കില ചിരിക്കുമല്ലോ. അതിനുശേഷം മുക്കുവനെ സ്നേഹിച്ച ഭൂതം എന്ന സിനിമയിൽ ആഴിത്തിരമാലകൾ എന്നുള്ള, പക്ഷെ ആ പാട്ട് കുറച്ച് ഹിറ്റായിരുന്ന ആ കാലത്ത്. ആഴിത്തിരമാലകൾ അഴകിൻ്റെ മാലകൾ ആലോലമായി അടിവരും, തീരം തേടി ഓടിവരും, ആണാളും പെണ്ണാളും ആവണിയിൽ കണ്ടുമുട്ടും, ആശകളും സ്വപ്നങ്ങളും ആയിരമായിരം പങ്കുവയ്ക്കും, ആണാളും പെണ്ണാളും ആവണിയിൽ കണ്ടുമുട്ടും, ആശകളും സ്വപ്നങ്ങളും ആയിരമായിരം പങ്കുവയ്ക്കും, ആഴിത്തിരമാലകൾ അഴകിൻ്റെ മാലകൾ ആലോലമായി അടിവരും, തീരം തേടി ഓടിവരും.